ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്നത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ്. ഇന്നലെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചായിരുന്നു കേട്ടോ, എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല, അപ്പോൾ വീഡിയോ ഇടാഞ്ഞേ. നമ്മുടെ ഇവിടെ അടുത്തുള്ള കോളനിയിലെ ഒരു വീട്ടിൽ കുറേ ആടിനെ വളർത്തുന്നുണ്ട് കേട്ടോ. അതിനകത്ത് 2 കുഞ്ഞുങ്ങളുണ്ട്. അതുങ്ങളുടെ കുരുത്തക്കേടും ചാട്ടവും എല്ലാം കണ്ടുകൊണ്ട് കുറേ നേരം അങ്ങനെ നിന്നു. നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റു പാല് വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഞാനും അക്കുവും കൂടെ. വെളുപ്പിന് 5 മണിക്ക് മോഹനേട്ടൻ്റെ കട തുറക്കുവേ. മോഹനേട്ടൻ്റെ കടയാണ് ആദ്യം തുറക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കടകളൊക്കെ തുറക്കുന്നത്. പാലുവണ്ടി ഇന്നിപ്പോൾ കുറച്ച് താമസിച്ചാണ് വന്നത്. ഞങ്ങളൊരു 15 മിനിറ്റൊക്കെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് വണ്ടി വന്നു, പാലൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോരുക. നല്ല മഞ്ഞുണ്ട്. മഞ്ഞുള്ളതുകൊണ്ട് തന്നെ നേരം വെളുക്കാനും വെട്ടം വീഴാനും ഒക്കെ കുറേ താമസമാണ്. പാല് മേടിക്കാൻ വന്നവരും പാല് കൊടുക്കാൻ വന്നവരും ഒക്കെ ഉണ്ട്. പിന്നെ കുറേ വണ്ടികളൊക്കെ 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ പോയി തുടങ്ങും. മഞ്ഞത്തൂടൊക്കെ നടന്നു വരുമ്പം ഭയങ്കര മരവിപ്പും ഒരു വല്ലാത്ത തണുപ്പും കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ ചായയൊക്കെ വെച്ചു. ചായ കുടിച്ചിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്തത്. അക്കുവിന് എക്സാം ആയതുകൊണ്ട് സ്റ്റഡി ലീവാണ്, അവൾ പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവൾക്കും ഒരു ഗ്ലാസ് ചായയൊക്കെ കൊണ്ടു കൊടുത്തു. ഞാനും ചായയൊക്കെ കുടിച്ചു. പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് അരിയൊക്കെ പാറ്റി അടുപ്പിലേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോഴും മഞ്ഞൊന്നും മാറിയിട്ടില്ല. അവൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു തരും. അവളുണ്ടെങ്കിൽ അത്രയും ഒരു സഹായമാണ്. അല്ലെങ്കിൽ ട്രൈപോഡിലൊക്കെ വെച്ച് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറേ സമയം അങ്ങനെയും പോകുമല്ലോ. പിന്നെ മഞ്ഞ ആയതുകൊണ്ടാണ് ഞാൻ തലേ തോർത്തൊക്കെ ഇട്ട് നിൽക്കുന്നത്. മഞ്ഞിങ്ങനെ പെയ്യുവാണ്. അപ്പം നമ്മുടെ തലയിൽ മഞ്ഞിൻ്റെ തുള്ളി വീണാൽ തൊണ്ടവേദനയും ജലദോഷമൊക്കെ പെട്ടെന്ന് വരും. എന്നാലും എന്തൊക്കെ പറഞ്ഞാലും നല്ല രസമാട്ടോ ഈ ഒരു കാഴ്ച. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ. എനിക്ക് പിന്നെ പച്ചക്കളറുണ്ടോ അമ്മ? ഇതിന്റെ സ്കൈ ബ്ലൂ അല്ലേ നല്ലത്? സ്കൈ ബ്ലൂ നല്ലത്. ഈ മരത്തിന് പച്ച അടിക്കാം. മരത്തിനോ ഏലക്കോ? ഇതിന് ഞാൻ സ്കൈ ബ്ലൂ അടിക്കട്ടെ. തലേദിവസം കുഞ്ഞിപ്പെണ്ണ് നേരത്തെ കിടന്നുറങ്ങിയായിരുന്നേ, അതുകൊണ്ട് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല. രാവിലെ എഴുന്നേറ്റിട്ടാണ് ഹോംവർക്കൊക്കെ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഹോംവർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടായിയാണ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കുറച്ച് ചിത്രമൊക്കെ വരച്ചുകൊണ്ട് പോകാനുണ്ട്. രാവിലെ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ണമൊക്കെ അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ ചേട്ടായിക്കും അക്കോനും അവിയൽ മതി, സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞതിന് പിന്നെ അത് മാറ്റി അരിയാനൊന്നും പോകുന്നില്ല. ഞാൻ സാമ്പാറിൻ്റെ കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അങ്ങനെ തന്നെ ഇട്ട് മാങ്ങയൊക്കെ ഇട്ട് അവിയൽ വെക്കുക. പിന്നെ മമ്മി വന്നപ്പോൾ കൊണ്ടുവന്ന ഈ വാഴപ്പിണ്ടി അത് ഞാൻ തോരൻ വെക്കാൻ വേണ്ടി എടുക്കുവാണേ. ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് പിന്നെ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് അരിഞ്ഞെടുത്താൽ മതി. വെള്ളത്തിലേക്ക് വേണം അരിഞ്ഞിടാൻ വേണ്ടി, അല്ലെങ്കിൽ കറയുണ്ടാവും, ഇതിൻ്റെ കളറും മാറിപ്പോകും. ഇത് പിന്നെ അച്ചാറിട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. മാങ്ങ അച്ചാറൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ പണ്ട് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാവേ. ഇന്നിപ്പോൾ ഞാൻ വാഴപ്പിണ്ടി തന്നെയാണ് തോരൻ വെക്കുന്നത്. കടലയും പയറും ഒന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ ഒരു 5-6 എണ്ണം കൂട്ടിപ്പിടിച്ചിട്ട് ഒന്നിച്ച് പിടിച്ചിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഓരോന്നോരോന്നായിട്ട് അരിയണമെങ്കിൽ കുറേ സമയം വേണ്ടേ. ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വെള്ളത്തിലേക്ക് വേണം അരിഞ്ഞിടാനേ.
ഇങ്ങനെ അരിയാതെ ഇതിലും എളുപ്പത്തിൽ ഒരു മാർഗ്ഗമുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുക്കി പിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സ്റ്റീലിൻ്റെ പാത്രമോ എടുക്കുക. ഇങ്ങനെ വക്കിന് അരവുള്ള ഗ്ലാസ്സോ അല്ലെങ്കിൽ പാത്രമോ വേണം. ഞാൻ ആദ്യം കാണിച്ച ഈ ഒരു ഗ്ലാസ് പറ്റത്തില്ല കേട്ടോ, ഇതിന് അരവില്ല. 2 ഗ്ലാസും കാണുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? ഇനിയിപ്പോൾ ഒരു ഒതുക്കമുള്ള സ്റ്റീലിൻ്റെ ചരുവത്തിലേക്ക് ഈ വാഴപ്പിണ്ടി നമ്മൾ വട്ടത്തിലരിഞ്ഞില്ലേ അതിട്ടതിന് ശേഷം ഇതുപോലെ ഗ്ലാസ് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അന്നേരം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടും. എളുപ്പമാട്ടോ. ഇതിപ്പോൾ കാണുന്ന പോലെയല്ല, ഒരു 5 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. വാഴപ്പിണ്ടി കെട്ടുമ്പം തോരൻ വെക്കുമ്പോൾ ഇതുപോലെ അരിഞ്ഞ് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഞാൻ ആ സ്റ്റീൽ ഗ്ലാസ് കമഴ്ത്തി പിടിച്ചിട്ട് അരിഞ്ഞെടുത്തതാണ് ഇതൊക്കെ. പെട്ടെന്ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമണം. അന്നേരം നാര് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യെ കുടുങ്ങും, നമുക്ക് എടുത്ത് കളയാം. പിന്നെ കറയും മാറിക്കിട്ടും. നാരുള്ളത് നല്ലതാണ്, വയറ്റിൽ പോയാൽ നല്ലതാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ നമുക്ക് കഴിക്കുമ്പം ഒരു ബുദ്ധിമുട്ടാട്ടോ, ഒരുപാട് നാരൊക്കെ ആയാൽ. നാരൊന്നും ഇല്ലാതെ തോരൻ വെക്കുന്നതാണ് നല്ലത്. തോരൻ വെക്കാൻ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ചു, ചെറിയുള്ളിയും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ആദ്യം മൂപ്പിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ തേങ്ങായും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരി മുളകും എല്ലാം കൂടെ ചതച്ചെടുത്തതാ, അരഞ്ഞു പോകണ്ട. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു. അരപ്പൊന്ന് മൂപ്പിച്ചതിന് ശേഷം 2-3 മിനിറ്റ് മതി. അത് കഴിഞ്ഞിട്ട് വാഴപ്പിണ്ടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പുമൊക്കെ ചേർത്ത് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. കടലയോ പയറോ ചേർക്കുന്നുണ്ടെങ്കിൽ അത് കുക്കറിൽ വേവിച്ചിട്ട് കുതിർത്തിട്ട് വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിവിടെ ഇരുന്ന് വേകട്ടെ. കുഞ്ഞിപ്പെണ്ണിന് ഞാൻ ഭക്ഷണം കൊടുക്കുക കേട്ടോ. പുട്ടും മുട്ടക്കറിയാണ് രാവിലെ ഉണ്ടാക്കിയേക്കുന്നത്. അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവളെ ഒരുക്കി സ്കൂളിലേക്ക് വിടണം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കോഴിക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കി ഇടാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം അലക്കിയൊക്കെ ഇട്ടേച്ച് ഞാൻ വേഗം തന്നെ കുളിയൊക്കെ കഴിഞ്ഞു. കുളിച്ചേച്ചാണ് അടിച്ചുവാരി തറയൊക്കെ തുടയ്ക്കുന്നത്. അടിച്ചുവാരൽ രാവിലെ ഒന്ന് കഴിഞ്ഞായിരുന്നു. പിന്നെ തുടയ്ക്കാൻ നേരത്ത് ഒന്നുകൂടെ അടിച്ചുവാരി. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അടിച്ചുവാരി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചേട്ടായി വന്ന് ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു. കുഞ്ഞിപ്പെണ്ണ് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്നുണ്ട്. ചേട്ടായി ചെടിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. അക്കു പഠിക്കുവാണ്. നമുക്കിവിടെ 4-5 പച്ചമുളകിൻ്റെ തൈയൊക്കെ ഉണ്ട്. എല്ലാത്തിലും പച്ചമുളകൊക്കെ ആയിട്ടുണ്ട്. പച്ചമുളക് ശരിക്കും മൂത്തിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ അത്യാവശ്യത്തിനൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ. മൂത്തിട്ടാണെങ്കിൽ തോരനൊക്കെ അരിഞ്ഞിടുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ, നല്ല എരിവൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇവിടെ ഒരു കക്കിരിക്കയുടെ തൈ ഉണ്ട്, അതിൽ 2-3 കായൊക്കെ ആയിട്ടുണ്ട്. അത് പിഞ്ചാട്ടോ, മൂക്കാനൊന്നും ആയി തുടങ്ങിയിട്ടില്ല, ചെറുതായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ. കണ്ടോ, നമ്മുടെ കുഞ്ഞു വീട്, അതൊക്കെ നല്ല വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക. തൂത്തുവാരി വൃത്തിയാക്കി എല്ലാം നല്ല വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക. മുറ്റത്ത് ഇതുപോലെ പച്ചക്കറികളൊക്കെ നട്ട്, അത് ചേട്ടായുടെയും കൂടെ സഹായമുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടെ കാണുക, എന്നെ സംബന്ധിച്ച് ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഇന്ന് രാവിലെ കുറച്ച് മീൻ മേടിച്ചു, അതൊക്കെ ഞാൻ കറി വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ സ്വന്തം കോവലേന്ന് കുറച്ച് കോവയ്ക്കൊക്കെ പറിച്ച് അത് മെഴുക്കുരട്ടി വെക്കുവാണ്. കാന്താരി ഇട്ടിട്ടാണ് മെഴുക്കുരട്ടി വെക്കുന്നത്. കാന്താരി ഒന്ന് കീറിയിട്ട് വെളിച്ചെണ്ണയിൽ കാന്താരി ആദ്യം ഒന്ന് മൂപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കോവയ്ക്കായും വളരെ കുറച്ച് മാത്രം സവാളയും ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് ഫ്രൈ ആക്കി നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ആ ഒരു പരുവത്തിലാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മഞ്ഞൾ പൊടിയൊന്നും ചേർക്കണ്ട. രാവിലെ പണികളൊക്കെ തീർത്തു, അലക്കാനുള്ളതെല്ലാം അലക്കിയൊക്കെ ഇട്ടു. ഞാൻ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് തണങ്ങൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നേരം കിട്ടുമ്പം ചീകി എടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ 2-3 തണങ്ങ് വീണത് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊന്ന് ചൂലിൻ്റെ പരുവത്തിലാക്കി വെയിലത്ത് ഉണക്കാനിടുക. ഇനിയിപ്പം നമ്മുടെ ചുറ്റുമുള്ള പറമ്പിലൊക്കെ അടയ്ക്ക പറിക്കുന്നവരും കുരുമുളക് പറിക്കുന്നവരും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അടയ്ക്ക പറിക്കുന്നവർ കയറുമ്പോൾ ഇതുപോലെ പഴുത്ത തണുങ്ങൊക്കെ അവർ വലിച്ച് താഴെ ഇടും. അതൊക്കെ ഞാൻ പോയി എടുത്തുകൊണ്ട് വന്ന് ചൂലാക്കി വെക്കും. തണലുള്ള സ്ഥലം നോക്കി ഞാൻ ഇരുന്നതാണ്. ഒരു 12 മണിയൊക്കെ ആകുമ്പം ഇവിടെയും വെയിലാവും. രാവിലെ നല്ല മഞ്ഞാണേലും പിന്നെ വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു വലിച്ചിൽ പോലുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പം.
ഇന്ന് ഞാൻ ചക്കപ്പഴം കൊണ്ടൊരു പ്രഥമൻ ഉണ്ടാക്കി കേട്ടോ. ചെറുപയർ പരിപ്പൊക്കെ വറുത്ത് വേവിച്ച് ചേർത്തിട്ടാണ് പ്രഥമൻ ഉണ്ടാക്കിയത്. ചെറുപയർ പരിപ്പ് ഞാൻ നേരത്തെയൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ വാഴയുടെ ഒരു ഇലയൊക്കെ ഇട്ടിട്ട് വറക്കുന്നത്. ചെറിയ തീയിൽ വെച്ച് കരിയാതെ വറക്കണം. ചെറുപയർ പരിപ്പ് മൂക്കുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വാഴയില ഇട്ടത്. നന്നായിട്ട് വാഴയില പൊടിയുന്ന പരിവാകുമ്പം പരിപ്പും മൂത്തിട്ടുണ്ടാവും. പിന്നെ പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിൽ വേവിച്ച് വെച്ചു. ചക്ക ഞാൻ നെയ്യിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തേ. ഇന്നിപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തല്ല പായസം വെക്കുന്നത്, പശുവും പാലാണ്. തേങ്ങാപ്പാൽ ചേർത്ത് വെക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ ഞാൻ വേവിച്ച ചെറുപയർ പരിപ്പും ചക്കപ്പഴവും കൂടെ ഒരു ചരുവത്തിലേക്കാക്കി കുറച്ച് വെല്ലമൊക്കെ ഒഴിച്ച് പിന്നെ ഏലക്കായും ജീരകവും ചുക്കും എല്ലാം പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കുറേശ്ശെ കുറേശ്ശെ മതി. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.